ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. ദീർഘകാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ അമേരിക്കയിൽ നിന്നും നാടുകടത്തപ്പെട്ട താഹാവൂർ റാണ ഇന്ത്യയിൽ എത്തിയിട്ട് ആഴ്ചകളായിട്ടുള്ളൂ. ലഷ്കർ ഇ തോയിബയുടെ മുതിർന്ന നേതാവായിരുന്നു. പാക് പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന റാണയെ നാടുകടത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ജയിലിൽ അടച്ചതിന്റെ പകയും ലഷ്കർ ഇ തോയിബയ്ക്കുണ്ട്. ആ പക കൂടി പ്രതിഫലിച്ചതാണ് ഈ ഭീകരാക്രമണം. കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോഴും കശ്മീരിന്റെ പേരിൽ അഭിമാനം കൊള്ളുമ്പോഴും രണ്ടാം മോദി സർക്കാർ ചുമതലയേൽക്കുന്നതുവരെ കശ്മീരിന്റെ മേൽ ഒരു അവകാശവാദവും ഭാരതത്തിനില്ലാത്ത സാഹചര്യമാണ് മോദിയും അമിത്ഷായും നിശ്ചയദാർഢ്യത്തോടെ പരിഹരിച്ചത്. കശ്മീരിലെ പ്രത്യേക അവകാശങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ഭാരതത്തിന്റെ ഭാഗമാക്കി മാറ്റി അവിടെ അവർ ഭീകരരെ കൈകാര്യം ചെയ്തു. മലയാളികളായ പ്രവാസി വ്യവസായികൾക്ക് പോലും ബിസിനസ് ആരംഭിക്കാൻ കഴിയുന്ന സമാധാനത്തിന്റെ നാടാക്കി മാറ്റി കശ്മീരിനെ. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അവിടേക്ക് സഞ്ചാരികൾ എത്തി തുടങ്ങി. കശ്മീരിന്റെ മനോഹാരിത ലോകത്തെ അതിശയിപ്പിക്കാൻ തുടങ്ങി. ഇന്നലെ കൊല്ലപ്പെട്ടവരെ രണ്ടുപേർ വിദേശ പൗരന്മാരാണെന്ന് ഓർക്കണം. G20 കൂട്ടായ്മയുടെ ഭാഗമായി ലോകരാഷ്ട്ര നേതാക്കന്മാരെ അവിടെ എത്തിക്കാൻ പോലും ഭാരതത്തിന് കഴിഞ്ഞു. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് പുതുവെളിച്ചം കശ്മീരിന് കിട്ടുകയും കശ്മീരികൾ ഭീകരവാദികളുടെ ആവശ്യങ്ങൾക്കെതിരെ തിരിയുകയും അവർ കൂടുതൽ ഭാരതീയരായി മാറുകയും ചെയ്തപ്പോൾ കുരുപൊട്ടിയ പാകിസ്ഥാൻ ഭീകരവാദികളെ ഇളക്കി വിട്ട് നടത്തുന്ന അതിക്രമങ്ങളുടെ ഭാഗമാണിത്. പുൽവാമയിലും ഉറിയിലും ഒക്കെ ചെയ്തതിന്റെ തുടർച്ച. പുൽവാമ ആക്രമണത്തിന് ശേഷം ഭാരതം നേരിട്ട ഏറ്റവും വലിയ ഭീകരാക്രമണം. ഈ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ച ഭീകര സംഘടനകളെ ഇല്ലാതാക്കി മാത്രമേ ഇന്ത്യ വിശ്രമിക്കാവൂ. അമേരിക്കയും റഷ്യയും സൗദി അറേബ്യയും ഇസ്രായേലും ഒക്കെ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു എന്നത് തന്നെ ശുഭസൂചനയാണ്. ഒരു തരിമ്പും വിട്ടുവീഴ്ചയില്ലാതെ ഈ ഭീകരതയുടെ അടിവേരി മാന്താൻ ഇസ്രായേൽ കാട്ടുന്ന ജാഗ്രത ഭാരതവും കാട്ടേണ്ടിയിരിക്കുന്നു.